നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഈ വർഷത്തെ ബോൺ നഥാലയോടനുബന്ധിച്ച് നടത്തുന്ന ഹാർഫെസ്റ്റ് എക്സിബിഷൻ കാൽനാട്ടുകർമ്മം ശക്തൻ ഗ്രൗണ്ടിൽ നടത്തി. വാഹന പരിശോധനയ്ക്കിടെ 83 കിലോഗ്രാം കഞ്ചാവുമായി വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. ഡോക്ടർ ഭീംറാവു അംബേദ്കർ ഓർമ്മദിനം നെട്ടിശ്ശേരിയിൽ UDFന്റെ നേതൃത്വത്തിൽ അംബേദ്കർ മഹാപരിനിർവാൺ ദിനമായി ആചരിച്ചു. പുത്തൂർ എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി മഹോത്സവം വർണ്ണാഭമായി. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ ബോൺ നഥാലയോടനുബന്ധിച്ച് നടത്തുന്ന ഹാർഫെസ്റ്റ് എക്സിബിഷൻ കാൽനാട്ടുകർമ്മം തൃശൂർ ശക്തൻ ഗ്രൗണ്ടിൽ നടത്തി. തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി, ഇസാഫ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മെറീന പോൾ, സെഡാറിന്റെ മാനേജിംഗ് ഡയറക്ടർ അലോക് പോൾ, ബോൺ നഥാലെ വർക്കിംഗ് ചെയർമാൻ ഫാദർ അജിത് തച്ചോത്ത്, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ചീഫ് കോർഡിനേറ്റർ ജോജു മഞ്ഞില, പബ്ലിസിറ്റി കൺവീനർ ജോർജ് ചിറമൽ തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു. 2024 ഡിസംബർ 26 മുതൽ 31 വരെയാണ് ശക്തൻ നഗറിൽ ഹാർഫെസ്റ്റ് എക്സിബിഷൻ നടത്തുന്നത്. മഹിമയാക്കുന്നത് പുലിക്കളിയാണ്. എന്നാൽ സാംസ്കാരിക തലസ്ഥാനമായി തൃശ്ശൂരിന് ഇത് തെളിവ് കൂടിയായി ക്രിസ്മസ് നവവത്സര വേളയിൽ തൃശ്ശൂരിനെ ബോൺ നഥാലെ കൂടി സാംസ്കാരിക തലസ്ഥാനമാക്കുകയാണ്. ഈ അവസരത്തിൽ ബോൺ നഥാലെ ഡിസംബർ 27 നടക്കുമ്പോൾ അതോടനുബന്ധിച്ചും അതിനൊരുക്കമായും എക്സിബിഷൻ നടത്തുക പതിവുണ്ട്. കഴിഞ്ഞ വർഷം സൂചിപ്പിച്ചതുപോലെ നടത്താൻ പറ്റിയില്ല. എന്നാൽ ഇത് ഇസാഫ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പം അതിന് പോൾ തോമസിനോടൊപ്പം മെറീന പോൾ മാത്രമല്ല, മക്കൾ ഇപ്പോൾ മുൻപിലേക്ക് വരുന്നത് കാണുമ്പോൾ അവരെയും ഞാൻ അനുമോദിക്കുകയാണ്. വാഹന പരിശോധനയ്ക്കിടെ 83 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. 3 പേർ അറസ്റ്റിൽ. അന്യസംസ്ഥാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന ലക്ഷങ്ങൾ വില വരുന്ന 80 കിലോ കഞ്ചാവ് വടക്കാഞ്ചേരി കുണ്ടന്നൂർ ചുങ്കം ജംഗ്ഷനിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. തമിഴ്നാട് ധർമ്മപുരി സ്വദേശികളായ പൂവരശ്, ദിവിത്, മണി എന്നിവർ പോലീസ് പിടിയിലായി. കടത്തിക്കൊണ്ടുവന്ന കൂട്ടത്തിലുണ്ടായിരുന്ന 2 മലയാളികൾ പോലീസ് വാഹനം തടഞ്ഞ ഉടനെ ഓടി രക്ഷപ്പെട്ടു. പ്രതികളുടെ 2 ബൈക്കുകൾ പിക്കപ്പ് വാനിൽ കയറ്റിവെച്ചായിരുന്നു സംഘത്തിന്റെ യാത്ര. സെല്ലോ ടേപ്പ് വരിഞ്ഞൊട്ടിച്ച പാക്കറ്റുകളിലാക്കി 7 ട്രാവൽ ബാഗുകളിലായാണ് കഞ്ചാവ് കടത്തിയത്. ഓടിപ്പോയ പ്രതികൾ മുൻപും കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളാണ്. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വിൽപ്പനയ്ക്കായിട്ടാണ് കഞ്ചാവ് കടത്തിയതെന്ന് സംശയിക്കുന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPSന് ലഭിച്ച രഹസ്യവിവരം കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സന്തോഷ് സിയാറിന് കൈമാറി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധന നടത്തി. ഗുരുവായൂർ പോലീസ് ഇൻസ്പെക്ടർ പ്രേമാനന്ദ കൃഷ്ണൻ, വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ റിജിൻ M. തോമസ്, വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ അനുരാജ്, പ്രദീപ് PV, അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ ജിജേഷ്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ ജിജി, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ അരുൺ, സിവിൽ പോലീസ് ഓഫീസറായ ബാബു, ഹോംഗാർഡ് ഓമനക്കുട്ടൻ എന്നിവരുമുണ്ടായിരുന്നു. തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ രാകേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശരത്, ഷിഹാബുദ്ദീൻ, ആശിഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത്, റിജിൻ, നെപ്പോളിയൻ, നിഷാദ്, വൈശാഖ്, സംഗീത് എന്നിവരും കഞ്ചാവ് വേട്ട നടത്തുന്നതിന് സംഘത്തിലുണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഡോക്ടർ ഭീംറാവു അംബേദ്കറുടെ ഓർമ്മ ദിനാചരണം തൃശൂർ നെട്ടിശ്ശേരിയിൽ UDFന്റെ നേതൃത്വത്തിൽ അംബേദ്കർ മഹാപരിനിർവാൺ ദിവസമായി ആചരിച്ചു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 75ാം വാർഷികത്തിൽ മുഖ്യശില്പിയായ അംബേദ്കറുടെ ഓർമ്മദിനം നെട്ടിശ്ശേരിയിൽ UDFന്റെ നേതൃത്വത്തിൽ അംബേദ്കർ മഹാപരിനിർവാൺ ദിനമായി ആചരിച്ചു. അടിസ്ഥാന ജനവിഭാഗവും സാധാരണക്കാരും അടിമത്തം ഉപേക്ഷിച്ച് നീതിക്കായി പോരാട്ടം നടത്താൻ ഒത്തുചേരണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CMP സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാറോക്കി ഉദ്ധരിച്ചു.
ദളിത് ഡെവലപ്മെന്റ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ശശി നെട്ടിശ്ശേരി അധ്യക്ഷനായി. റിട്ടയർ മേജർ സുബേദാർ കെ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രൊട്ടക്ഷൻ കൌൺസിൽ അംഗം വിൽസൺ പണ്ടാരവളപ്പിൽ, കെ പി രാധാകൃഷ്ണൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, യു വിജയൻ, എച്ച് ഉദയകുമാർ, സി പഴനിമല, ടി ശ്രീധരൻ, ബിജു ചിറയത്ത്, തവരാജ് കുന്നംകുളം എന്നിവർ പ്രസംഗിച്ചു. ജനറൽ ഇൻഷുറൻസ് റിട്ടയർഡ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം കെ രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ ടി ജോഫി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സി ജെ ഫിലിപ്പ്, സി എ ജോർജ്, രാജശേഖര വാര്യർ എന്നിവർ സംസാരിച്ചു. ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ചേർന്ന് ബോംബെ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ശ്യാം സുന്ദർ ആൻഡ് അതേഴ്സ് വേഴ്സസ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ബോംബെ ഹൈക്കോടതിയിൽ 40 ബെഞ്ചിൽ കേസ് കൊടുക്കുകയും അവർക്ക് അനുകൂലമായി ലഭിക്കുകയും അതിന് ന്യൂ ഇന്ത്യ സുപ്രീം കോടതിയിൽ പോയി അത് ഔട്ട്സൈഡ് വെച്ചു. ഇറ്റ് വാസ് ഡിസ്മിസ്ഡ് ഇൻ ലിമിനി. തുടക്കത്തിൽ തന്നെ ഈ കേസ് ന്യൂ ഇന്ത്യയുടെ അപ്പീലിൽ തള്ളുകയും ചെയ്തു. സോ ഇറ്റ് ഹാഡ് എനി ഫൈനാലിറ്റി. പക്ഷെ ആ കേസിൽ എടുത്തു പറയുന്ന കാര്യം റൂൾ ഈസ് മെയ്ഡ് ആഫ്റ്റർ. മഴക്കെടുതി മൂലം കൃഷി നശിച്ച പ്രദേശങ്ങൾ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും സംഘവും സന്ദർശിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻകുട്ടി, ജില്ലാ സെക്രട്ടറി ഷാജി ചിറ്റിലപ്പള്ളി, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ മാസ്റ്റർ, സതീശൻ അരിമ്പൂരത്ത്, അടാട്ട് മണ്ഡലം പ്രസിഡന്റ് രുദ്രൻ നമ്പൂതിരി, മണ്ഡലം സെക്രട്ടറി ശശികുമാർ, ഹരിദാസ് ഐനിക്കാട്, ഉണ്ണി തുടങ്ങിയവർ മഴക്കെടുതി മൂലം കൃഷി നശിച്ച കൃഷിഭൂമി സന്ദർശിച്ചു. ഏക്കറിന് 20,000 രൂപ മുതൽ ചിലവ് വന്ന കർഷകർക്ക് വീണ്ടും കൃഷി ഇറക്കാൻ അടിയന്തര സഹായം നൽകണമെന്ന് കർഷകർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ കോൾപ്പടവിൽ കൃഷി ചെയ്തിട്ടുള്ള കർഷകരുടെ നെല്ലെല്ലാം ഈ വെള്ളം കയറി നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അതിന് എത്രയും വേഗം സർക്കാർ അതിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കർഷക കോൺഗ്രസിന് പറയാനുള്ളത്. കാരണം അത്രമാത്രം കർഷകർ ദുഃഖിതരാണ്. ഇനി അവർ കൃഷി എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു ഗതികേടിലാണ്. ഇതിന് നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് എത്രയും വേഗം ഈ സർക്കാർ ഇടപെട്ട് ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കർഷക കോൺഗ്രസിന് പറയാനുള്ളത്. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2024-25 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നു. ഫെബ്രുവരി 15 വരെ അപേക്ഷ സ്വീകരിക്കും. വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപയിൽ കൂടാൻ പാടുള്ളതല്ല. 10ലേക്ക് ഫ്രഷായി അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, മുനിസിപ്പൽ, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകളുമായി ബന്ധപ്പെടുക. കേരളത്തിലെ ആദ്യത്തെ പെറ്റ് ഫാഷൻ ഷോ ഡിസംബർ 8-ന് തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 6 മണി മുതൽ 10 മണി വരെ നടത്തും. ഗോൾഡൻ റിട്രീവർ, ജർമ്മൻ ഷെപ്പേർഡ്, ഷിറ്റ്സു, പൊമറേനിയൻ, ലാബ്രഡോർ തുടങ്ങിയ ബ്രീഡുകളാണ് പങ്കെടുക്കുക. വാർത്താ സമ്മേളനത്തിൽ TV കവിലാൽ, അഹമ്മദ് കബീർ, CS പിന്റോ, സുജിത ധനേഷ്, സുനിൽ കക്കാട് എന്നിവർ പങ്കെടുത്തു. ദേശീയ യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യുവജനങ്ങൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. ഡിസംബർ അവസാനം കോഴിക്കോട് വച്ചാണ് മത്സരം. വിജയികൾക്ക് 1ാം സ്ഥാനത്തിന് 15,000 രൂപയും 2ാം സ്ഥാനത്തിന് 10,000 രൂപയും 3ാം സ്ഥാനത്തിന് 5,000 രൂപയും ക്യാഷ് പ്രൈസും EMS സ്മാരക ട്രോഫിയും തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. 5 മിനിറ്റാണ് സമയം. വിഷയം 5 മിനിറ്റ് മുൻപ് ലഭിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന 18-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾ വികാസ് ഭവനിലുള്ള കമ്മീഷൻ ഓഫീസിൽ തപാൽ മുഖേനയോ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ, വികാസ് ഭവൻ, PMG, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നൽകാവുന്നതാണ്. അവസാന തീയതി ഡിസംബർ 20 ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.
ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഈ വർഷത്തെ ടൈക്കോൺ കേരള ഇക്കോസിസ്റ്റം എനേബ്ലർ അവാർഡിന് കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ അർഹനായി. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭകത്വ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും പൊതുസംരംഭകരെ വാർത്തെടുക്കുന്നതിനും പ്രൊഫസർ സുധീർ നൽകിയ സമഗ്ര സംഭാവനകളാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. കർഷകരെയും വളർന്നുവരുന്ന നവ സംരംഭകരെയും ആഗോള വിപണിയിൽ കിടപിടിക്കുന്ന രീതിയിൽ മികച്ച സംരംഭകരായി വാർത്തെടുക്കുന്നതിനായി ആണ് 2018 ഡോക്ടർ സുധീറിന്റെ മേധാവിത്വത്തിൽ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ സെന്റർ കാർഷിക സർവകലാശാലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെ നാളിതുവരെ സംഘടിപ്പിച്ച 220ഓളം വരുന്ന സംരംഭകത്വ വികസന പരിശീലന കളരികളിലൂടെ 5639 പേരെ സംരംഭകരാക്കുവാൻ ഡോക്ടർ സുധീറിന് സാധിച്ചു. സംരംഭകത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വയ്ക്കുന്ന ഈ പരിശീലന കളരിയിലൂടെ 2663 സ്ത്രീകളെയും സംരംഭകരാക്കുവാൻ വഴിയൊരുക്കി. കൂടാതെ RKVI റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ പദ്ധതിയുടെ ഭാഗമായി 2 മാസത്തെ പരിശീലന പരിപാടിയിലൂടെ 237 നൂതന സ്റ്റാർട്ടപ്പുകൾക്ക് പരിശീലനം നൽകി ഇന്ത്യയിലും വിദേശത്തുമായി സംരംഭങ്ങൾ തുടങ്ങുവാൻ പ്രാപ്തരാക്കി. ഇവരിൽ 98 സ്റ്റാർട്ടപ്പുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ 18.231 കോടിയുടെ ഗ്രാന്റും നേടിയെടുക്കുവാനായി. ഏകദിന ദ്വിദിന പരിശീലന പരിപാടികൾ മുതൽ 6 ദിവസത്തെ PMFME ഗുണഭോക്തൃ പരിശീലന പരിപാടികളും കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളിൽ കർഷകർക്കും സംരംഭകർക്കും പ്രാവീണ്യം നൽകുന്നതിനായി ഡ്രോൺ സാങ്കേതിക വിദ്യയിലും പരിശീലനവും KP സുധീറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നു. നൂതന ആശയങ്ങളുള്ള സംരംഭങ്ങൾക്ക് അവരുടെ ആശയങ്ങളെ മികച്ച സംരംഭങ്ങളാക്കി പരിപോഷിപ്പിക്കുന്നതിനുള്ള ഇൻക്യുബേറ്റർ സൗകര്യവും അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെ ഒരുക്കിയിട്ടുണ്ട്. താളമേള വർണ്ണത്തിൽ വിസ്മയം തീർത്ത് പുത്തൂർ എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. ശനിയാഴ്ച രാവിലെ പള്ളി ഉണർത്തൽ, തുടർന്ന് ഉഷപൂജ, അഭിഷേകം എന്നീ ക്ഷേത്രാചാര ചടങ്ങുകൾക്കു ശേഷം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പനയ്ക്കൽ ഹരിനമ്പൂതിരി, മേൽശാന്തി ഗോപിനാഥൻ നമ്പൂതിരി, പരിക്കശ്ശേരി മന എന്നിവർ കാർമ്മികത്വം വഹിച്ചു. താളമേള വർണ്ണത്തിൽ വിസ്മയം തീർത്ത് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി വരവുണ്ടായി. പീലിക്കാവടികളും പൂക്കാവടികളും ചെണ്ടുകാവടിയും ശിങ്കാരിമേളത്തിന്റെയും ബാൻഡ് വാദ്യത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയിൽ ക്ഷേത്രനടയിൽ നിറഞ്ഞാടി. ആയിരങ്ങൾ മേളവിസ്മയത്തിൽ അലകടൽ തീർത്തു. വൈകിട്ട് 6:30 പ്രധാന ചടങ്ങായ ദിവ്യദർശനം ഉണ്ടായിരുന്നു. ഷഷ്ടി ആഘോഷങ്ങൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് NM മനോഹരൻ, സെക്രട്ടറി TG ഗോപകുമാർ, PR നന്ദകുമാർ, N ഗോവിന്ദൻകുട്ടി, CN സുധീർ കുമാർ, CB ഗിജോഷ്, NV രാധാകൃഷ്ണൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി.
സ്കൂളുകളിലെ ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥിര നിയമനത്തിന് ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോഗ്രഫി, ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിൽ യോഗ്യരായ 50 വയസ്സിന് താഴെയുള്ള കാഴ്ച പരിമിതർ, കേൾവി പരിമിതർ, ലോക്കോമോട്ടർ എന്നീ ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ പ്രാദേശിക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ ഡിസംബർ 12 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ചങ്ങല സംഘടിപ്പിച്ചു. ബദൽ സംവിധാനം ഒരുക്കാതെ ദേശീയപാത അടച്ചുകെട്ടിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലക്കര ഡോൺ ബോസ്കോ സ്കൂളിന് മുൻപിൽ പ്രതിഷേധ ചങ്ങല സമരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഷൈജു കുര്യൻ, സുമേഷ് മുല്ലക്കര, ജിഫിൻ ജോയ്, ധനേഷ് ദാസ്, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, പ്രവീൺ രാജു, ശരത് മുളയം, ശ്രീനാഥ്, അരുൺ പുത്തൻപുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ വിഷയത്തിൽ ഇടപെടാതെ തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെയും ഒല്ലൂർ എംഎൽഎയും റവന്യൂ മന്ത്രിയുമായ കെ രാജന്റെയും കോലം കത്തിച്ചു. ഒരു ബദൽ സംവിധാനം ഒരുക്കാതെ ദേശീയപാത അടച്ചുകെട്ടിക്കൊണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം ഒരു ക്രോസിംഗും സാധ്യമാവാത്ത രീതിയിൽ ദേശീയപാത ഇവിടെ ഇത്രയധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിന് മുന്നിൽ അടച്ചുകെട്ടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ അസംബ്ലിയുടെ വേണ്ടിയുള്ള ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമരത്തിന് പ്രതിഷേധ സമരത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കനായ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി, നമ്മുടെ ഇന്നത്തെ പ്രതിഷേധ സമരം ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രിയങ്കനായ ജിലാദ്, ഈ ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് കൊച്ചുകുട്ടികൾ ഹൈവേ കടന്ന് വരുവാനുണ്ടായിരുന്ന ഒരു വഴി, ആ 2 ഹൈവേയുടെ നടുക്കായിട്ട് ഒരു ചെറിയൊരു ഇടവഴിയിലൂടെയാണ് ഈ ബസ്സെല്ലാം ഇറങ്ങി വരുന്ന കുട്ടികൾ കടന്നു വന്നുകൊണ്ടിരുന്നത്. കുറച്ച് നാളുകളായി ഈ എൻട്രൻസ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള കുട്ടികൾ ബസ്സുകളിൽ വന്ന് ഇറങ്ങുമ്പോൾ ഹൈവേ ക്രോസ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അത് എടുത്തു ചാടി കടന്നു പോരുമ്പോൾ കൂടുതൽ അപകടത്തിന് സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പേരിൽ ഇവിടുത്തെ സ്ഥലം MLA ആയ കെ രാജൻ, അദ്ദേഹം സുരേഷ് ഗോപി വിചാരിച്ചാലും നിസ്സാര നേരം കൊണ്ട് ഇവിടെ ഒരു കൈവാക്ക് എന്തെങ്കിലും സംഘടിപ്പിച്ചാൽ ഇവിടുത്തെ കുട്ടികൾക്ക് സുരക്ഷിതമായി അവരുടെ സ്കൂളിലേക്ക് വരുവാനും മടങ്ങി വീടുകളിലേക്ക് എത്തുന്നതിന് സാധ്യമാകുന്ന ഈ സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ഇവിടുത്തെ കുട്ടികളുടെ ജീവന് തെല്ലുപോലും വില കൽപ്പിക്കാതെ ഇവിടുത്തെ മന്ത്രി കെ രാജനും കേന്ദ്രമന്ത്രിയും എംപിയും കൂടിയായിട്ടുള്ള ചങ്ങല ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന ആരാധനായ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായ ജിഫിൻ ജോയ്, ധനേഷ് കെ ദാസ്, സുമേഷ് മുല്ലക്കര, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അരുൺ കൊച്ചുപുരയ്ക്കൽ, ശ്രീനാഥ് ഉൾപ്പെടെ പ്രവീൺ ഉൾപ്പെടെ പന്താസ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ റിച്ചൻ, അതുപോലെ മൈക്കിള്, ശരത്ത് ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇതുപോലൊരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കാനായ സാഹചര്യം ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച സ്വാഗത പ്രസംഗിക്കാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി. നമ്മളിവിടെ വന്നു നിന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ കാണുകയാണ്, നഴ്സറി തൊട്ട് LKG തൊട്ട് UKG തൊട്ട് പഠിക്കുന്ന പിള്ളേർ അവരെ മാതാപിതാക്കളായി വന്നു പോകുമ്പോൾ ഈ 6 വരി പാത വളരെ ദുഷ്കരമായ രീതിയിൽ മുറിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ അധികാരികളുടെ ഈ ദേശീയപാത അധികാരികൾ ഒരു കൂടിയാലോചനകൾ ഇല്ലാതെ, കൃത്യമായ കൂടിയാലോചന ഇതിനെക്കുറിച്ച് ആലോചിക്കാതെ, ഇതിനെക്കുറിച്ച് അറിയാതെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രീതിയിലുള്ള ഈ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രീതിയിലുള്ള ഒരു സുപ്രഭാതത്തിൽ ഈ 6 വരിപാത അടച്ചു കെട്ടിക്കൊണ്ട് ഇവിടെ അധികാരികൾ കാണിച്ച ഈ തെണ്ടിത്തരത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ശക്തമായ സൂചന പ്രതിഷേധ സമരമായി ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഒറ്റപ്പാലം തെന്നടി ബസാറിലുള്ള ബാങ്കേഴ്സ് അക്കാദമിയിൽ പ്രമുഖ പൊതുബാങ്കല ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് 500 അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ഡിസംബർ 17 മുതൽ ജനുവരി 1 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാവുന്നതാണ്. 21-30 വയസ്സ് പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയെക്കുറിച്ച് അറിവ് അത്യന്താപേക്ഷിതമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 944 725 5422.
മറ്റൊരിടവേള കൂടി. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്, ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. കളിയച്ചൻ പുരസ്കാരം കലാമണ്ഡലം MPS നമ്പൂതിരിക്ക്, നവജീവൻ പുരസ്കാരം MP സുരേന്ദ്രനും നൽകുമെന്ന് ചെറുതുരുത്തി കഥകളി സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു. 27-ന് ചെറുതുരുത്തി കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടക്കുന്ന ദേശീയ കഥകളി മഹോത്സവത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുരസ്കാരം സമർപ്പിക്കും. കെ രാധാകൃഷ്ണൻ MP അധ്യക്ഷനാകും. വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, V മുരളി, കൃഷ്ണകുമാർ, രവീന്ദ്രൻ കല്ലഴി എന്നിവർ പങ്കെടുത്തു. പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നു. 2023-24 അധ്യയന വർഷത്തിൽ SSLC, +2, VHSC, ഡിപ്ലോമ, TTC, പോളിടെക്നിക് ബിരുദ കോഴ്സുകൾ, പ്രൊഫഷണൽ ബിരുദ കോഴ്സുകൾ, ബിരുദാനന്തര ബിരുദം, അതിനു മുകളിലുള്ള കോഴ്സുകൾ, പ്രൊഫഷണൽ ബിരുദാനന്തര ബിരുദം, അതിനു മുകളിലുള്ള കോഴ്സുകൾ എന്നിവയുടെ വർഷാന്ത്യ പരീക്ഷകളിൽ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ നേടി വിജയിച്ച പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോത്സാഹനമായി ക്യാഷ് അവാർഡ് നൽകുന്നു. പൊതുപരീക്ഷകൾ ഗ്രേഡ് ആണെങ്കിൽ A+ മുതൽ B ഗ്രേഡ് വരെയും, മാർക്കാണെങ്കിൽ 60% മാർക്കോ അതിനു മുകളിൽ നേടിയവർക്കോ അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ ഹാർഡ് കോപ്പി ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാക്കുക. ഡിസംബർ 31 വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 2360 381. ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക, വെടിക്കെട്ട് ചട്ടങ്ങൾ ലഘൂകരിക്കുക, ആന എഴുന്നള്ളിപ്പ് സുഗമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉത്രാളിപ്പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പൂരം ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, തിരുവമ്പാടി ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് വത്സൻ ചമ്പക്കര, ഉത്രാളിക്കാവ് പൂരം വിവിധ ദേശകമ്മിറ്റി ഭാരവാഹികളായ TP ഗിരീശൻ, CA ശങ്കരൻകുട്ടി, രാഷ്ട്രീയ നേതാക്കളായ MR സോമനാരായണൻ, NK പ്രമോദ് കുമാർ, നിത്യസാഗർ, വാദ്യകലാകാരന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ സമാധാനപരമായ ജനകീയമായ ഇത്തരം അഭിപ്രായ രൂപീകരണവും ഇത്തരം കൂട്ടായ്മകളും ഇത്തരത്തിലുള്ള ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനയെഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പുതിയ കോടതിയുടെ നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുകയും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കൂട്ടായ്മ വടക്കാഞ്ചേരിയിലെ ഒരുപക്ഷെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ്, പൂരങ്ങളിലൊന്നാണ് ഉത്രാളിക്കാവ് പൂരം എന്നതുകൊണ്ട് തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് ഈ ഒരു കൂട്ടായ്മ ഈ നിയമവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടത്. എല്ലാ വിഭാഗത്തിൻ്റെയും യോജിപ്പോടുകൂടിയുള്ള ഈ കൂട്ടായ്മ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സിബിഷൻ പോലെ ആ നിലയിലൊക്കെ പൂര നടത്തിപ്പിൻ്റെ വ്യത്യസ്ത നിലയിൽ മറ്റെല്ലാ അഭിപ്രായങ്ങളും മാറ്റിവെച്ചുകൊണ്ടുള്ള കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ രൂപപ്പെട്ട ഈ കൂട്ടായ്മ തീർച്ചയായും ആചാരങ്ങൾ
അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പ് നേരത്തെ നടന്നതുപോലെ നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് ചർച്ചകളിലൂടെ പിന്നെ തീരുമാനങ്ങളിലെത്തണം. ആവശ്യമെങ്കിൽ നിയമ നിർമ്മാണത്തിനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് ഇന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കൂട്ടായ്മ സഹായകരമാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നേരത്തെ ഇവിടെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ വർഷത്തെ ബോൺ നഥാലയോടനുബന്ധിച്ച് നടത്തുന്ന ഹാർഫെസ്റ്റ് എക്സിബിഷൻ കാൽനാട്ടുകർമ്മം ശക്തൻ ഗ്രൗണ്ടിൽ നടത്തി. വാഹന പരിശോധനയ്ക്കിടെ 83 കിലോഗ്രാം കഞ്ചാവുമായി വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. ഡോക്ടർ ഭീംറാവു അംബേദ്കർ ഓർമ്മദിനം നെട്ടിശ്ശേരിയിൽ UDFന്റെ നേതൃത്വത്തിൽ അംബേദ്കർ മഹാപരിനിർവാൺ ദിനമായി ആചരിച്ചു. പുത്തൂർ എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.